എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവരുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും അവിടുന്ന് കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യപുസ്തകം 27-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 34 വചനങ്ങളാണുള്ളത്. ഇന്നത്തെ ക്ലാസ്സോടെ ലേവ്യ പുസ്തകം അവസാനിക്കുകയാണ്. എൻ്റെ ക്ലാസ്സുകൾ കേട്ടവരാരും നിരാശരാകേണ്ടി വന്നില്ല എന്ന് അവരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 27-ാം അധ്യായം പ്രധാനമായും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. അവ താഴെ പറയുന്ന രീതിയിലാണ്. 1. വ്യക്തികളുടെ നേർച്ചകൾ. 2. മൃഗങ്ങളുടെ നേർച്ചകൾ. 3. വീടുകളുടെയും ഭൂമികളുടെയും നേർച്ചകൾ. 4. കർത്താവിന് സമർപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അവസാനമായി നമ്മൾ പഠിക്കുന്നത് ദശാംശത്തെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. നമുക്ക് അധ്യായത്തിലേക്ക് വരാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് വ്യക്തി നേർച്ചകളെക്കുറിച്ചാണ്. അതെന്തെന്ന് നോക്കാം. 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവനാകണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് 50 ശേക്കൽ വെള്ളിയായിരിക്കണം. പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് 30 ശേക്കലായിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 20 ശേക്കലും പെണ്ണിന് 10 ശേക്കലുമായിരിക്കണം. 1 മാസം മുതൽ 5 വയസ്സ് വരെ ഉള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് 5 ശേക്കൽ വെള്ളിയും പെണ്ണിന് 3 ശേക്കൽ വെള്ളിയുമായിരിക്കണം. 60 വയസ്സ് മുതൽ മേലോട്ടാണെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 15 ശേക്കലും പെണ്ണിന് 10 ശേക്കലുമായിരിക്കണം. ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തണം. പുരോഹിതൻ അവനെ മതിക്കണം. നേർന്നവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കണം. ഇവിടെ തീർച്ചയായും നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ആൺ പെൺ വ്യത്യാസം വെച്ചിരിക്കുന്നത്? ദൈവം ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചല്ല, പിന്നെയോ വ്യക്തികളുടെ സാമ്പത്തിക മൂല്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തികൾക്ക് തങ്ങളെയോ കുടുംബാംഗങ്ങളെയോ ദൈവസേവനത്തിനായി സമർപ്പിക്കാമായിരുന്നു. സാധാരണയായി വിശുദ്ധ മന്ദിരത്തിലെ വേലയ്ക്കായി നേരിട്ട് സേവിക്കുന്നില്ലെങ്കിൽ പുരോഹിതൻ ഒരു വില നിർണ്ണയം നൽകി അവരെ വീണ്ടെടുക്കാം. പ്രായത്തെയും ലിംഗഭേദത്തെയും അടിസ്ഥാനമാക്കി നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം, 20 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാർക്ക് 50 ഷേക്കലാണെങ്കിൽ സ്ത്രീകൾക്ക് 30 ഷേക്കൽ കൊടുത്താൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, പെണ്ണിൻ്റെ വില പുരുഷനേക്കാൾ കുറവാണ്? ഒരിക്കലുമല്ല. കാരണം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27 ഞാൻ വായിച്ചത്. അതായത് മൂല്യം രണ്ടുപേർക്കും തുല്യമാണ്. എങ്കിൽ ഈ വ്യത്യാസം താങ്കൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായും ഞാൻ കണ്ടു. ഇത് നമ്മോട് പറയുന്നത് പുരാതന ഇസ്രായേലിൽ കൃഷി ചെയ്തിരുന്നതും സമ്പാദിച്ചു കൊണ്ടുവന്നിരുന്നതും പുരുഷന്മാരായിരുന്നു. അതിനാൽ അവർ അധികമായി ദേവാലയ ശുശ്രൂഷയ്ക്ക് കൊടുക്കണമായിരുന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരിൽ നിന്നോ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർ പിതാവിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ വാങ്ങിയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇത് തൊഴിൽ മൂല്യം മാത്രമായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, യഹൂദനും യൗവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യർ 3:28 ഞാൻ വായിച്ചത്. ഇപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് മൃഗങ്ങളുടെ നേർച്ചകളെക്കുറിച്ചാണ്. 9 മുതൽ 13 വചനങ്ങൾ. അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്കവണ്ണം മൃഗമാകുന്നു എങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം. തീയതിന് പകരം നല്ലത്, നല്ലതിന് പകരം തീയതി, ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത്. മൃഗത്തിന് മൃഗത്തെ വെച്ചുമാറുന്നു എങ്കിൽ അത് വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതൻ്റെ മുമ്പാകെ നിർത്തണം. അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിനൊത്തവണ്ണം പുരോഹിതനായ നീ അതിനെ മതിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. അതിനെ വീണ്ടെടുക്കുന്നു എങ്കിൽ നീ മതിച്ച തുകയോട് 5-1 കൂട്ടണം. മൃഗത്തെ ബലിയർപ്പിക്കുന്നുവെങ്കിൽ ഹീനമില്ലാത്തതായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഹീനമുള്ളതും ആകാം എന്ന് ദൈവം പറയുന്നു. എന്താണ് ഈ വ്യത്യാസം? ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടല്ലേ? അതൊന്നും നോക്കാം. ലേവ്യ പുസ്തകത്തിൻ്റെ മുൻ അധ്യായങ്ങളിൽ, അതായത് ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയും 22:17 മുതൽ 25 വരെയും ദൈവം വളരെ വ്യക്തമായി പറയുന്നു, യാഗപീഠത്തിൽ അർപ്പിക്കുന്ന ബലി ഹീനമില്ലാത്തതായിരിക്കണം. അത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മൃഗം പൂർണ്ണതയും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. ആ ബലി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് ഹീനമുള്ള മൃഗം യാഗപീഠത്തിൽ ബലിയായി അർപ്പിക്കാൻ പാടില്ല. ഈ അധ്യായം
9 മുതൽ 13 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഗപീഠ ബലിയെക്കുറിച്ചല്ല, പിന്നെയോ ഒരു നേർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഒരു മൃഗത്തെയാണ് നേർച്ച നേർന്നതെങ്കിൽ അതൊരു വാഗ്ദാനമാണ്, യാഗപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയല്ല. ഈ 27-ാം അധ്യായം ദേവാലയത്തിനായി സമർപ്പിച്ച വസ്തുക്കളുടെ മൂല്യനിർണ്ണയമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യാഗപീഠത്തിലേക്ക് പോകുന്ന യാഗബലിയല്ല, പിന്നെയോ വ്രതമായി സമർപ്പിച്ച സ്വത്താണ്. ഇത് ദേവാലയ സേവനത്തിനായി ഉപയോഗിക്കാനുള്ള വരുമാന സ്രോതസ്സാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് വീടുകളുടെയും ഭൂമിയുടെയും നേർച്ചകളാണ്. 14 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശദീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കണം. പുരോഹിതൻ മതിക്കുന്നത് പോലെ തന്നെ അതിരിക്കണം. തൻ്റെ വീട് വിശദീകരിച്ചാൽ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടണം, എന്നാൽ അത് അവനുള്ളതാകും. ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശദീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിനൊത്തവണ്ണമായിരിക്കണം. ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് 50 ശേക്കൽ വെള്ളി മതിക്കണം. യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശദീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൻ്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കണം. അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം. നിലം വിശദീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടണം, എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും. അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തിന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ. ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശപഥാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അനുഭവം പുരോഹിതനിരിക്കണം. തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പ് വില കണക്കാക്കണം. നിന്റെ മതിപ്പ് വില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം. ആ നിലം മുൻ ഉടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരണം. നിന്റെ മതിപ്പൊക്കെയും ശേക്കലിന് 20 ഗോര വെച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമായിരിക്കണം. ഇവിടെ ഒരു കണക്ക് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് 50 ശേക്കൽ വെള്ളി മതിക്കണം. എത്രയാണ് ഒരു ഹോമർ യവം? എത്ര കിലോ ഉണ്ടാവും? എത്ര ഏക്കർ സ്ഥലത്തത് വിതയ്ക്കാൻ പറ്റും എന്ന് നോക്കാം. ഒരു ഹോമർ എന്ന് പറയുന്നത് 10 എഫ ആണ്. ഒരു എഫ എന്ന് പറയുന്നത് 22 ലിറ്ററാണ്. ഒരു ഹോമർ എന്ന് പറഞ്ഞാൽ 220 ലിറ്റർ. ഇതാണ് ലിറ്ററിൽ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. എത്ര ഏക്കർ സ്ഥലത്ത് ഇത് വിതയ്ക്കാമെന്ന് നോക്കാം. യവത്തിന് 40 മുതൽ 60 കിലോ വേണം ഒരു ഏക്കർ വിതയ്ക്കാൻ. ഒരു ഹോമർ യവം എന്ന് പറഞ്ഞാൽ 135 കിലോയാണ് ശരാശരി കണക്ക് കൂട്ടുമ്പോൾ. അങ്ങനെയെങ്കിൽ 135 കിലോ ഭാഗം 45 കിലോ. ശരാശരി ഒരു ഹോമർ യവം വിതയ്ക്കാൻ 3 ഏക്കർ സ്ഥലം വേണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവിന് സമർപ്പിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 26 മുതൽ 29 വചനങ്ങൾ. കടിഞ്ഞൂൽ പിറവിയിൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത്. മാടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ മതിപ്പ് വിലയും അതിൻ്റെ 1/5 കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം. എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശ നിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. ശപഥാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. എന്താണ് ശപഥാർപ്പിതം എന്ന് നോക്കാം. ശപഥാർപ്പിതം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു രീതിയാണ് ശപഥാർപ്പിതം. അതിൻ്റെ ലക്ഷ്യം അത് മനുഷ്യന് വീണ്ടെടുക്കാൻ അനുവാദമില്ല. ദൈവത്തിൻ്റെ അവകാശമാണ്. അത്യന്തം വിശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയണം. അവസാനമായി ഇനി നമ്മൾ വരുന്നത് ദശാംശത്തിലേക്കാണ്. 30 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്. വെച്ചുമാറുകയും അരുത്. വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ. പഴയ നിയമത്തിലെ ദശാംശത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. പഴയ നിയമത്തിലെ ദശാംശത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ പ്രധാനമായും ലേവ്യർക്കുള്ള ജീവിതോപാധിയായിരുന്നു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. സംഖ്യാപുസ്തകം 18:21. പുതിയ നിയമത്തിൽ ദശാംശം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എൻ്റെ സത്യം.
കാരണം പുതിയ നിയമത്തിലൂടെ നമ്മൾ കൃപയുടെ കീഴിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനിക്ക് ദശാംശം കൊടുക്കണ്ടയോ? വേണ്ട എന്നതാണ് സത്യം. കാരണം പുതിയ നിയമത്തിൽ ദശാംശം നിയമമല്ല, സ്നേഹവും കൃപയുമാണ് നിയമം. ആരെങ്കിലും ദശാംശത്തിനായി നിങ്ങളെ നിർബന്ധിച്ചാൽ ഓർക്കുക, ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ സഭ ദൈവികമല്ല. ഇതോടെ ലേവ്യ പുസ്തകം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വരുന്നത് പുതിയ നിയമമായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.